നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. വലപ്പാട് മുരിയാംതോട് ആഡംബര ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടെ 2.25 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നിയിൽ ഹോട്ടലിൽ അക്രമം. ഹോട്ടലുടമയുടെ മകനെയും ജീവനക്കാരനെയും 3 അംഗ സംഘം മർദ്ദിച്ചു. പട്ടികജാതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. വലപ്പാട് മുരിയാംതോട് ആഡംബര ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടെ 2.25 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാലക്കാട് ആലത്തൂർ വാണിയങ്കോട് സ്വദേശി സ്രാമ്പിക്കൽ വീട്ടിൽ പ്രവീൺ, ആലത്തൂർ മൊടപ്പല്ലൂർ സ്വദേശി മണലിപ്പാടം വീട്ടിൽ ദിലീപ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ മുരിയാന്തോട് സെന്ററിന് സമീപത്ത് വെച്ച് ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം. വാടനപ്പള്ളി റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിലും ദേശീയപാതയിലൂടെയും കഞ്ചാവ് കടത്തുന്നതായി എക്സൈസിലെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വാടനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ TR രാജേഷ് മുരിയാന്തോട് വാഹന പരിശോധന നടത്തുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് ആഡംബര ബൈക്കിലെത്തിയ യുവാക്കളെ വാഹന പരിശോധനയ്ക്കായി എക്സൈസ് സംഘം തടഞ്ഞു. പരിശോധനയിൽ യുവാക്കളുടെ കൈവശമുള്ള ബാഗിനുള്ളിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. മുരിയാന്തോട് എന്ന സ്ഥലത്ത് ഞാൻ വാഹന പരിശോധന നടത്തുകയും പെട്ടെന്ന് ഞാൻ ഈ രഹസ്യ വിവരത്തിൽ പറയുന്നതായ ഈ 2 വ്യക്തികൾ, അതായത് നമ്മുടെ ഈ ഒരു ബൈക്കിൽ വരികയും നമ്മളെ കണ്ട ഉടനെ ഈ ബൈക്കിൽ നിർത്തുകയും ഞങ്ങൾ ഉടൻ തന്നെ ഈ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓടിച്ചെന്ന് അവരെ തടഞ്ഞു നിർത്തുകയും സാക്ഷികളുടെ സ്ഥാനത്ത് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് അവർ കടത്താൻ ഉപയോഗിച്ച ബാഗിനകത്തുനിന്ന് 2.200 അതായത് 200 കിലോഗ്രാം കഞ്ചാവ് നമുക്കിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടിയാന്മാരുടെ പേര് വിവരം ചോദിച്ചാൽ ഇവർ 2 പേരും പാലക്കാട് ജില്ലക്കാരാണ്. പാലക്കാട് നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. അവരോട് ഞങ്ങൾ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ സോഴ്സ് ഞങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇതിലും ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഒരാൾ ആലത്തൂർ വില്ലേജിൽ വാണിയങ്കോട് കരയിൽ സ്രാമ്പിക്കൽ വീട്ടിൽ ഭാസ്കരൻ മകൻ പ്രവീൺ, രണ്ടാമത്തെ ആള് വണ്ടാഴി വില്ലേജിൽ മൊടപ്പല്ലൂർ ദേശത്ത് മണലിപ്പാടം വീട്ടിൽ ഗോപി മകൻ ദിലീപ്. ഇവരാണ് ഈ കഞ്ചാവ് കടത്തത്. അവർ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷേ അല്ല, ഇവർ വളരെ ഞങ്ങൾ അന്വേഷിച്ച വഴിക്ക് ഇവർ നല്ല കടത്തുകാരാണ് ഉള്ളത്. പക്ഷേ ഇവരുടെ ഈ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ തന്നെ കിട്ടുന്നതാണ്. കഞ്ചാവിനൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികളെ പിടികൂടിയിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് എക്സൈസ് സംഘത്തിന് സൂചന ലഭിക്കുന്നത്. പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തതിനു ശേഷം വിദ്യാർത്ഥികളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രിവന്റീവ് ഓഫീസർമാരായ സോണി കെ ദേവസി, AB സുനിൽ, ആന്റണി റോയ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ D ഫൽഗുണൻ, VK ജോർജ്, B ഗണേശൻപിള്ള, N ഷമീർ, TK നിയാസ്, വനിതാ ഓഫീസർമാരായ നിഷ, ചിഞ്ചു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ വൈകിട്ട് കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എക്സൈസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ചന്ദ്രാപിന്നിയിൽ ഹോട്ടലിൽ അക്രമം. ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും 3 അംഗ സംഘം മർദ്ദിച്ചു. ചന്ദ്രാപിന്നി സെന്ററിന് തെക്ക് വശത്തുള്ള മർവ ഹോട്ടലിൽ തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. ഹോട്ടലിൽ മദ്യപിച്ചെത്തിയ സംഘം മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ പരസ്പരം ബഹളമുണ്ടാക്കുകയും അസഭ്യം പറയുന്നതും ഹോട്ടൽ അധികൃതർ വിലക്കിയിരുന്നു. ഇതേ തുടർന്ന് ഭക്ഷണം കഴിച്ചു പോയ മൂവരും തിരികെ വന്ന് ഹോട്ടൽ ഉടമയുടെ മകനെയും ജീവനക്കാരനെയും മർദ്ദിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഒരു 3 അംഗ സംഘം ഹോട്ടലിൽ കയറി ഒരു ഫാമിലിയോട് തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ആക്രമിക്കുകയും അന്നയും എൻ്റെ സപ്ലയറേയും ആക്രമിക്കുകയും ചെയ്തു. പിന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അവർ അടിച്ചു തകർക്കുകയും ചെയ്തു. ഹോട്ടലിന്റെ ഒരു ഭാഗത്തെ ചില്ലും തകർത്തിട്ടുണ്ട്. ചളിങ്ങാട് സ്വദേശി പുഴങ്കരയിലെത്ത് ഷാഹുൽ ഹമീദ്, ജീവനക്കാരനായ വലപ്പാട് സ്വദേശി സലീം എന്നിവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നി ഈസ്റ്റ് സ്വദേശികളായ 3 പേർക്കെതിരെ കയ്പമംഗലം പോലീസ് കേസെടുത്തു. പട്ടികജാതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത കേസിൽ യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം പൊക്ലായ് സ്വദേശി വില്ലാർവട്ടത്ത് വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കുന്ന ബിനിയെയാണ് ഇരിഞ്ഞാലക്കുട DYSP ഫേമസ് വർഗീസും മതിലകം SI KP മിഥുനും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 25-നാണ് കേസിനാസ്പദമായ സംഭവം. കൂളിമുട്ടം വയമ്പനാട്ട് വീട്ടിൽ ബിബിന്റെ മകൻ പ്രണവിനാണ് മർദ്ദനമേറ്റത്.
പൊക്ലായ് സെന്ററിൽ വെച്ച് അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന പ്രണവിനെ വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. വടികൊണ്ടുള്ള അടിയേറ്റ പ്രണവിന്റെ കൈയിന്റെ എല്ല് പൊട്ടിയിരുന്നു. പരാതിയെ തുടർന്ന് പട്ടികജാതി പീഡന നിരോധന നിയമം മൂലം കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മതിലകത്ത് യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. മതിലകം പടിഞ്ഞാറ് പുന്നലത്ത് ജമാലുദ്ദീന്റെ മകൻ ഇജാസിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 9:30 മതിലകം സെന്റ് ജോസഫ് സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മുബഷിർ എന്നയാൾ വിളിച്ചതിനെ തുടർന്നാണ് ഇജാസ് സംഭവസ്ഥലത്ത് എത്തുന്നത്. കാറിലെത്തിയ ഇജാസിനെ 5 അംഗ സംഘം കാറിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിയേറ്റ ഇജാസ് തൊട്ടടുത്ത കല്ലറയ്ക്കൽ ഫ്രാൻസിസിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്നാലെ എത്തിയ സംഘം സോഡാ കുപ്പി കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഞാൻ അമ്മരാങ്ങളെ മരിച്ചിട്ട് അമ്മച്ച അവിടെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരിക്കായിരുന്നു. അങ്ങോട്ട് പോയിരുന്നിട്ട് അപ്പോൾ ഇവിടെ കട പൂട്ടിപ്പോൾ 9:30 കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും അപ്പച്ചൻ്റെ എൻ്റെ ഭാര്യയും കൊച്ചുകൂടെ ഉണ്ടായത്. അപ്പോൾ ഒരു അപ്പച്ചൻ ഊണ് കഴിക്കുന്ന സമയത്ത് ഒച്ച കേട്ട് വരുമ്പോൾ ഒരു 10 മണിയായിരുന്നു. 10 മണിയായിട്ട് ഒച്ച കേട്ട് വരുമ്പോൾ ഒരു 3-4 ആൾക്കാരുടെ ഒരു പയ്യനിട്ട് തല്ലണുണ്ട്. ഇവരാരും നമ്മ അറിയണവരല്ല, ആരറിയണവരല്ല. അവര് പരിക്കുണ്ട്. പിന്നെ നമ്മ പുറത്തിറങ്ങാൻ നിന്നില്ല. പുറത്തിറങ്ങാൻ ചില പേടിച്ചുകൊണ്ട് അവര് മാത്രമേ ഉണ്ടായുള്ളൂ. കൊച്ചും പിന്നെ ആകെ പ്രശ്നമായി. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങാൻ നിന്നില്ല. ഇതിന് ശേഷം ഞാൻ വന്ന് ശേഷം ഞാനൊരു 11:30 ഞാൻ വന്നപ്പോൾ ശേഷം ഇറങ്ങിയപ്പോൾ ബ്ലഡ് ഒക്കെ കണ്ടു. ഇവിടെ ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ ചെന്നിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അക്രമികളിൽ രക്ഷപ്പെട്ട ഇജാസ് മതിലകം പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇജാസിന്റെ കൈക്ക് 15 തുന്നലിട്ടിട്ടുണ്ട്. ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയേറ്റ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഫ്രാൻസിസിന്റെ വീടിന്റെ ജനൽച്ചില്ലും അക്രമികൾ അടിച്ചു തകർത്തു. ഈ പ്രദേശം കഞ്ചാവ്, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ താവളമായി മാറുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അംഗപരിമിതരായ കുട്ടികൾക്കായി കലാകായിക മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ അവർ പറഞ്ഞ് അറിയുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കളെ നിർബന്ധമായി നമുക്ക് വേണ്ടിവരുന്നു എന്നുള്ളത് നമുക്കറിയാം. അംഗപരിമിതരായ കുട്ടികൾ അവരുടേതല്ലാത്ത കുറ്റങ്ങളുണ്ട് തന്നെ അവര് ജനിച്ച് വളർന്ന നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കൽ രക്ഷിതാക്കൾക്ക് വലിയ ഒരുപാട് തന്നെയാണ്. പല വിധത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾ. അപ്പൊ അവരെ സന്തോഷമായിട്ട് അവരെ വളർത്തിയെടുക്കുന്ന ഒരു ചുമതല നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അമ്മമാരും, പ്രത്യേകിച്ച് അമ്മമാരും അച്ഛന്മാരും മോശമല്ല, അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ജീവിതത്തിൽ നമ്മൾക്ക് സന്തോഷം. കുട്ടികൾക്ക് അവർ മറ്റുള്ള കുട്ടികൾ സ്പോർട്സിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഇവർക്കും ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല എന്നുള്ള തോന്നൽ അവരുണ്ടാവരുത്. അവർക്കും പറ്റും. അവർക്ക് പറ്റുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് മത്സരത്തിൽ വിജയിക്കുമ്പോൾ നന്നായി കൈയടിച്ച് അവരെ അഭിനന്ദിക്കുകയും അത് അവരിൽ മാനസികമായി ഉണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. വൈസ് പ്രസിഡന്റ് അഖില വേണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലതാ ഭരതൻ, മധുഭായ്, സുരേഷ് കൊച്ചുവീട്ടിൽ, അജിഷ നവാസ്, ജിസ്നി ഷാജി, KS സൈനുദ്ദീൻ, CV ഓമന, EP പിങ്കി എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.